ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് മൈ ഫിലിം ഹബ് 23. മലയാള സിനിമയിൽ നായകനായും സംവിധായകനായും തിളങ്ങിയിരിക്കുന്ന സമയമാണ് ബേസിൽ ജോസഫിന് ഇപ്പോൾ. മലയാളത്തിലെ ജനപ്രിയ നായകൻ എന്ന വരെ മലയാള സിനിമകൾ ബേസിൽ ജോസഫിനെ വിളിക്കാൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ സിനിമകളും മികച്ച സിനിമകളാണ്. മലയാളത്തിൽ നിന്നും അദ്ദേഹം ബോളിവുഡിലേക്ക് പോവുകയാണെന്ന വാർത്ത മുന്നേ വന്നിരുന്നു. എന്നാൽ ശക്തിമാൻ എന്ന ചിത്രവുമായി അദ്ദേഹം മുന്നോട്ട് പോവുകയാണ്. അത് മലയാളത്തിൽ നിന്നല്ല, ഒരു പാൻ ഇന്ത്യൻ ചിത്രമായി പാൻ ഇന്ത്യ സ്റ്റാറിനെ വെച്ച് അദ്ദേഹം സിനിമയെടുക്കാൻ ഒരുങ്ങുന്നു. കൂടുതൽ വിവരങ്ങളിലേക്ക് കടക്കും മുന്നേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ മുഴുവനും കാണാൻ വേണ്ടിയും അഭ്യർത്ഥിക്കുന്നു. ബേസിൽ ജോസഫിന്റെ സംവിധാനത്തിൽ അല്ലു അർജുൻ നായകനാകുന്ന പുതിയ ചിത്രം ഒരുങ്ങുന്നുണ്ടെന്ന സൂചനകൾ ലഭിക്കാൻ തുടങ്ങിയിട്ട് കുറച്ചു നാളുകളായി. അല്ലു അർജുന് കഥ വായിച്ച് കേൾപ്പിച്ചെന്നും താരത്തിന് കഥ വളരെ ഇഷ്ടപ്പെട്ടെന്നുമാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. അല്ലു അർജുനും ബേസിൽ ജോസഫും ഒരു സൂപ്പർ ഹീറോ ചിത്രത്തിനായി ഒരുമിക്കുന്നുവെന്ന് അടുത്തിടെയായി വാർത്തകൾ പ്രചരിച്ചിരുന്നു. എന്നാൽ അല്ലു അർജുനെ നായകനാക്കി ബേസിൽ ഒരുക്കുന്നത് സൂപ്പർ ഹീറോ ചിത്രം എന്നതിൽ വ്യക്തത വരാനുണ്ട്. അതേസമയം ഏറെ നാളായി ബേസിൽ ജോസഫ് സംവിധാനം ചെയ്യുമെന്ന് പറയുന്ന ശക്തിമാൻ എന്ന ചിത്രം ഊഹാപോഹങ്ങൾക്ക് ഇടവെച്ചിട്ടുണ്ട്. മുമ്പ് ബേസിൽ ജോസഫ് ഹിന്ദി സിനിമയിൽ അരങ്ങേറ്റം കുറിക്കുമെന്നും ആദ്യ സംരംഭത്തിൽ ബോളിവുഡ് താരം രൺവീർ സിംഗ് നായകനാകുമെന്നുമുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ബേസിൽ അല്ലു അർജുനുമായി പുതിയ പ്രൊജക്ടിന്റെ ചർച്ചയിലാണെന്ന വിവരം പുറത്തു വന്നതോടെയാണ് ഈ റൂമറുകൾ സോഷ്യൽ മീഡിയ കീഴടക്കിയത്. എന്നാൽ ഈ വിവരം തെറ്റാണെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അല്ലു അർജുൻ ശക്തിമാൻ പ്രൊജക്ടിന്റെ ഭാഗമാവില്ല എന്നും ഇരുവരും ഒന്നിക്കുന്ന മറ്റൊരു പ്രൊജക്ടിന്റെ ഡിസ്കഷനാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതുമെന്ന വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. ശക്തിമാൻ എന്ന പ്രൊജക്ടിൽ അല്ലു അർജുൻ ആണെന്ന വാദം സോഷ്യൽ മീഡിയയിൽ നിറയുന്നുണ്ട്. ബേസിൽ ജോസഫുമായി ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ടെങ്കിലും ഇരുവരും ഇതുവരെ ഔദ്യോഗികമായി കരാറിൽ ഒപ്പിട്ടിട്ടുമില്ല. ഇരുവരും ഒന്നിക്കുന്നുണ്ടെങ്കിൽ അത് ഒരു സൂപ്പർ ഹീറോ പ്രൊജക്ട് ആയിരിക്കില്ല, മറിച്ച് മറ്റൊരു കഥയായിരിക്കുമെന്നാണ് സൂചനകൾ ലഭിക്കുന്നത്. ബേസിൽ ജോസഫ് ഇതുവരെ ഔദ്യോഗികമായി ഇതിനെപ്പറ്റി ഒന്നും പ്രതികരിച്ചിട്ടുമില്ല. എന്തായാലും ബേസിൽ ജോസഫിന്റെ ഒരു അന്യഭാഷാ ചിത്രം ഉടൻ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അത് ശക്തിമാൻ എന്ന കഥാപാത്രമായി അല്ലു അർജുനോ രൺബീർ കപൂറോ ആരായിരിക്കും വരിക എന്നതും നമുക്ക് കാത്തിരിക്കേണ്ടി വരും. ഒരുപക്ഷെ അല്ലു അർജുൻ പാൻ ഇന്ത്യ ലെവലിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സൂപ്പർ താരമാണ്. അദ്ദേഹത്തെ വെച്ചായിരിക്കുമോ ശക്തിമാൻ എന്ന പ്രൊജക്ട് ബേസിൽ ജോസഫ് പ്ലാൻ ചെയ്യുന്നത്? നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സ് രേഖപ്പെടുത്തൂ. ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.